ഹായ്, ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹോപ്പിനെ കുറിച്ചാണ്. ഹോപ്പ് 2. നമ്മളെല്ലാവരും ഒരു കാര്യം കേട്ട് വളർന്നവരാണ്. ഹോപ്പ് വേണം, ഹോപ്പ് ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകും. മൂവീസ് അത് പറയുന്നു, ബുക്സ് അത് പറയുന്നു, നമ്മുടെ പേരൻസ് അത് പറയുന്നു, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അത് പറയുന്നു. അതായത് ഹോപ്പ് ഒരു വെർച്വു ആണ്, ഒരു സ്ട്രെങ്താണ്, ഒരു സർവൈവൽ ടൂളാണ്. ഇതെല്ലാം നമ്മൾ ഡീപ്ലി വിശ്വസിക്കുന്നുമുണ്ട്. പക്ഷേ ഓപ്പൺലി ആരും പറഞ്ഞു തരാത്തൊരു കാര്യമുണ്ട്. ഹോപ്പാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നേരം സഫറിങ്ങിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ബ്രെയിൻ സിസ്റ്റമാറ്റിക്കലി നമ്മളെ കൺവിൻസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഏറെക്കുറെ എല്ലാ കാര്യത്തിലും നമ്മൾ എബവ് ആവറേജ് ആണ്. നമുക്ക് നടക്കും. ആവറേജ് അത് മറ്റുള്ളവർക്കാണ്. എക്സാം പാസ്സാകും, ബിസിനസ് നടക്കും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ശരിയാകും. ഇതൊക്കെ നമ്മൾ ഒരു ആവറേജിനേക്കാൾ കോൺഫിഡൻ്റ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യും. ഇതിനെ ഒപ്റ്റിമിസം ബയസ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ എക്സെപ്ഷൻ ആണെന്ന് നമ്മളെ ഫീൽ ചെയ്യിക്കുന്ന, നമ്മൾ മാത്രം വ്യത്യസ്തരാണെന്ന് നമ്മളോട് വിസ്പർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രെയിൻ കൺസ്ട്രക്റ്റഡ് സ്റ്റോറി. അതാണ് ഹോപ്പിൻ്റെ റോ മെറ്റീരിയൽ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ലോകം കാണുന്നത് ഫിൽറ്റേഡ് ആയിട്ടാണ്. ഹോപ്പ് വെച്ച് ട്രൈ ചെയ്തിട്ട് സക്സസ് ആയ ആളുകളെ നമ്മൾ എല്ലായിടത്തും കാണും. അവരുടെ സ്റ്റോറീസ് കേൾക്കും, അവരെ സെലിബ്രേറ്റ് ചെയ്യും. അതൊക്കെ ചെയ്യണം, നല്ലതാണ്. പക്ഷേ ഹോപ്പ് വെച്ച് ട്രൈ ചെയ്തിട്ട് സക്സസ് ആകാൻ പറ്റാത്ത ആൾക്കാരില്ലേ, അവർക്ക് എന്ത് ചെയ്യും? അവരുടെ സ്റ്റോറി പറയാൻ ആരും വരില്ല. ഈ ഇൻവിസിബിൾ മെജോറിറ്റിയെ നമ്മൾ കൗണ്ട് ചെയ്യുന്നേ ഇല്ല. കാരണം നമ്മളവരെ കാണുന്നേ ഇല്ല. ഹോപ്പിൻ്റെ സക്സസ് റേറ്റ് നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് കാരണം ഇതാണ്. അവർ നമുക്ക് കാണാൻ പറ്റില്ല, തോറ്റവരാ. ഇപ്പോൾ ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് വരാം. ഹോപ്പില്ലെങ്കിൽ തന്നെ ട്രൈ പോലും ചെയ്യത്തില്ലായിരുന്നു ഹോപ്പില്ലെങ്കിൽ. ശരിയാണ്, ഹോപ്പിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു സീരിയസ് ഇൽനെസ് ഉള്ള ആൾക്ക്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ കുടുങ്ങിയ ആൾക്ക് ഹോപ്പ് ഒരു ലൈഫ് ലൈനാണ്. ആ ഹോപ്പിനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നേ ഇല്ല. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ക്രോണിക് ഹോപ്പിനെ കുറിച്ചാണ്. അതായത് ഭാവിക്ക് വേണ്ടി ജീവിച്ച് വർത്തമാനം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയെക്കുറിച്ച്. ഇപ്പോൾ നിരാശ എടുത്താൽ, അതായത് ഡെസ്പെയർ എടുത്താൽ, ഡെസ്പെയറിനൊരു ഫ്ലോർ ഉണ്ട്. നമ്മൾ ബോട്ടം ഹിറ്റ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും, മൂവ് ചെയ്യും, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്യും. ഡെസ്പെയറിനൊരു റെസൊല്യൂഷൻ ഉണ്ട്. പക്ഷേ ഹോപ്പിന് അങ്ങനെ ഫ്ലോറില്ല, സീലിങ്ങും ഇല്ല. ഹോപ്പ് നമ്മളെ ഇങ്ങനെ മിഡ് എയറിൽ സസ്പെൻഡ് ആക്കി നിർത്തും. ഒരു മേബിയിൽ, അല്ലെങ്കിൽ സൂൺ അതിൽ തൂക്കി നിർത്തും. അല്ലെങ്കിൽ എങ്ങാനും ബിരിയാണി കൊടുത്താലോ, ഇവിടെയൊക്കെ നമ്മളിങ്ങനെ തൂങ്ങിക്കിടക്കും. ജീവിക്കുന്നില്ല, രക്ഷപ്പെടുന്നുമില്ല. അപ്പോൾ ഫോൾസ് ഹോപ്പിൽ നിന്ന് ഫ്രീ ആണ്. ഒരു ബെറ്റർ ഫ്യൂച്ചർ വരും, അല്ലെങ്കിൽ തിങ്സ് വിൽ മേക്ക് സെൻസ് ഇവഞ്ച്വലി എന്ന സ്റ്റോറീസ് ഒന്നും ബിലീവ് ചെയ്യാതെ ഈ അപ്സേർഡ് ലൈഫിൽ പ്രസൻറ്റിൽ ജീവിക്കാൻ പറ്റണം. നമ്മളൊക്കെ ഈ ട്രാപ്പിൽ കുടുങ്ങി കിടക്കുന്നവരാണ്. ഈ ഫേസ് കഴിയും, തിങ്സ് സെറ്റിലാവും എന്ന് ഹോപ്പ് വെച്ചിട്ട്, എന്നാൽ ഹോപ്പ് വെച്ച് ജീവിതം നയിക്കുന്നവരാണ്. അതായത് എല്ലാം സെറ്റിലായിട്ട് ജീവിച്ചു തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ. ലൈഫ് നടക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ അതിലില്ല. ഹോപ്പ് നമ്മളെവിടെയോ തളച്ചിട്ടിരിക്കുകയാണ്. ചെയിനല്ല, നമ്മുടെ ചോയ്സ് അല്ല, വെറും ഹോപ്പ്. അതാണ് നമ്മളെ തളച്ചിട്ടിരിക്കുന്നത്. ഹോപ്പ് ഒരു വെർച്വൽ അല്ല, ഹോപ്പ് ഒരു ഡിലേ മെക്കാനിസം മാത്രമാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്നതിൽ നിന്ന് നമ്മളെ തന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ നമ്മൾ അൺകോൺഷ്യസ്ലി ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ് ഹോപ്പ്. ചോദ്യം ഹോപ്പ് വേണോ വേണ്ടോ എന്നുള്ളതല്ല. ചോദ്യം ഇതാണ്: നിങ്ങൾ ഹോപ്പ് ചെയ്യുന്നത് നന്നായി ജീവിക്കാൻ വേണ്ടിയാണോ, അതോ ജീവിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണോ? ഇഫ് യു ആസ്ക് മീ, I'll be like, not hopeful, not hopeless, just present. Bye.